എയിംസ് എവിടെ മറ്റേ മോനെ എന്ന ചോദ്യം കേരളം ഒരുമിച്ച് ചോദിച്ചപ്പോൾ ഗോപിയണ്ണൻ ഒരു പുതിയ എയിംസ് പ്രഖ്യാപനവുമായി വന്നിട്ടുണ്ട്. നോക്കിയേ, മാതൃഭൂമിയിൽ കണ്ടൊരു വാർത്തയാണ്. 2026 കൊണ്ടുവരുമെന്നല്ല ഞാൻ പറഞ്ഞത്, 2027 28 കൊണ്ടുവരുമെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അങ്ങനെയാണോ അണ്ണം പറഞ്ഞത്? ഈ പച്ച മലയാളത്തിൽ പറഞ്ഞ ഗോപിയണ്ണ എന്നാണ് വിളിക്കുന്നത്. മറ്റേ സിനിമയിലെ ഡയലോഗ് പോലെ അണ്ണാന്ന് വിളിച്ച നാവ് കൊണ്ട് വേറൊന്ന് വിളിപ്പിക്കരുത് എന്ന് ഈ കേരളീയരെ കൊണ്ട് പറയിക്കരുതെന്നാണ് ഗോപിയൻ്റെ അടുത്ത് ആ കാര്യം പറയാനുള്ളത്. കാര്യം 2027 28 ബജറ്റ്, ഇനിയിപ്പോൾ 2027 28 ബജറ്റുള്ളൂ. ഈ വർഷം ഇനി ബജറ്റ് ഇല്ലല്ലോ. ഓരോ ബജറ്റ് കഴിഞ്ഞു പോകുന്നത് വരെ ഇതാ വരാൻ പോകുന്നു. അല്ലെങ്കിൽ എന്തിനാണ് BJP സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനകത്ത് സ്ക്രീൻ കെട്ടിവെച്ച് എല്ലാവരും കൂടി ചേർന്നിരുന്ന് എന്തിനാണ് ആ ബജറ്റ് പ്രഖ്യാപനം കണ്ടത്? എന്തോ ഒരു വലുത് വരാൻ പോകുന്നു, അത് ആഘോഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണമല്ലോ നടന്നിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ വന്നിരുന്നു ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എത്ര മാത്രം എന്നാലോചിക്കുക, എത്ര മാത്രം ഉടായ്പാണ്, പറഞ്ഞു പറ്റിക്കലാണെന്നൊക്കെ നാട്ടുകാർക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. കാര്യം കേരളത്തിലെ സംഘി മനസ്സുള്ളവർ ഈ ഒരു മാനസികാവസ്ഥയിലുള്ളതാണോ എന്ന് ചോദിച്ചു പോവുകയാണ്. കാര്യം ഇങ്ങനെയൊക്കെയുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം ഓരോ സന്ദർഭങ്ങളിൽ നമ്മളിങ്ങനെ പറഞ്ഞില്ലേ, പ്രലോഭനങ്ങളും മോഹന വാഗ്ദാനങ്ങളും കൊടുക്കുക. ഇത്തവണ കിട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യും, അടുത്ത തവണ കിട്ടും എന്നുള്ളതാണ്. കാര്യം ഒരു വ്യക്തിയുടെ പ്രതികരണത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെ അതിൻ്റെ ക്ലാരിറ്റി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഒരു തവണ പറഞ്ഞാൽ മതി, അത് നടപ്പാകണം. അല്ലെ എന്തോ ആയിക്കോട്ടെ, നിങ്ങളൊരു ആളെ വിശ്വസിക്കാനായിട്ടുള്ള പ്രധാന കാരണം എന്തായിരിക്കണം? ക്രെഡിബിലിറ്റിയാണ്, വിശ്വാസ്യത. ആ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സാധനം വരുന്നത് എങ്ങനെയാണ്? ഒരു തവണ നമ്മൾ പറയുന്ന കാര്യത്തെ കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടെന്നാണ്. പക്ഷെ അത് ചെയ്യാതെ പിന്നെയും ഇത് ചെയ്യാൻ പറ്റുകയും അത് ആ വ്യക്തിക്ക് വേണ്ടി കീജയ് വിളിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം ചില പ്രിവിലേജുകൾ ഉണ്ടെങ്കിൽ എത്രത്തോളം വേണമെങ്കിലും ആ പറഞ്ഞു പറ്റിക്കലുണ്ടെങ്കിലും സഹിഷ്ണുതയോടുകൂടി അവർക്ക് വേണ്ടി വീണ്ടും പിന്നാലെ നടക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ അപമാനിച്ച ഇത്രയും മാത്രം സ്ക്രീൻ കെട്ടിവെച്ച് ഇതാ പത്രക്കാരെയൊക്കെ അറിയിച്ച് BJP സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ വരെ ഉൾപ്പെടുന്നവർ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനകത്ത് പേപ്പറൊക്കെ വെച്ച് എഴുതിയെടുക്കുകയാണ്. ദാ വരുന്നു. അപ്പോഴാണ് ആമമുട്ടയുടെ കാര്യം വരുന്നത്. എന്നതിന് ശേഷം ആ ബജറ്റ് പ്രഖ്യാപനത്തിന് തൊട്ട് മുന്നോടിയായിട്ട് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇന്നലെയും നിങ്ങളൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു. എന്നിരുന്നാലും ഒന്ന് ഓർക്കാൻ വേണ്ടി കണ്ടോളൂ. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ, എയിംസ് വരും മറ്റേ മോനെ എന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് 2027 28 വരുമെന്ന് പറഞ്ഞാൽ അടുത്ത 2 ബജറ്റുകളുണ്ട്, അതിലെങ്കിലും വന്നിരിക്കും. കാര്യം 22 സംസ്ഥാനത്തോളം എയിംസ് കിട്ടിക്കഴിഞ്ഞു.